ഇതൊരു മുള്ളില്ലാത്ത ഒരു മുളയാണ്. ഇതിൻ്റെ പേര് പ്രാദേശികമായിട്ടുള്ള പേരാണ്. കൊർണ എന്നുള്ള പേരിലാണ് ഈ പ്രദേശങ്ങളിൽ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം കേൾക്കണ വെസ്റ്റ് ബംഗാളിൽ നിന്നായിരിക്കാം കൊടുന്നതാണ്. അന്നിത് മറ്റേ പേപ്പർ ഉണ്ടാക്കാനും ഒരു കൃഷി എന്നുള്ള വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി കൊടുന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പം അതിന് എന്താ പറയാൻ കാരണം വെച്ചാൽ ഇതൊരു കർഷകന്റെ വീട്ടിൽ വെക്കേണ്ട സാധനമാണ്. കാരണം ഒരു പരിചയക്കുറവുള്ളവർക്ക് പോലും ഇതിൻ്റെ ഒരു മുള വെട്ടിയെടുത്തിട്ട് കൃഷിക്ക് ഉപയോഗിക്കാം. അപ്പോൾ പച്ചക്കറിയാണ്, നമുക്കിന്നൊക്കെ പച്ചക്കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനൊരു പന്തലിടാൻ ഒരു വിഷമമില്ല. അതിൻ്റെ ഇഷ്ടം പോലുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു 20 അടി മുതൽ 30 അടി വരെ മുള്ളുകളൊന്നും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വെട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കതിൻ്റെ പന്തലുകൾ കൊടുക്കാം, അല്ലെങ്കിൽ കുത്തു കൊടുക്കാം, ഞങ്ങൾ ഞെടി പറയും, അത് കൊടുക്കാം. ഇതിനൊക്കെ പറ്റുന്നതാണ്. പിന്നെ തോട്ടികളുടെ ആവശ്യത്തിന് പണ്ട് കാലങ്ങൾ, പിന്നെ വാഴയ്ക്ക് ഊന്ന് കൊടുക്കണമെങ്കിൽ അതാവാം. പണ്ട് കാലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ വാർപ്പിൻ്റെ സെൻറ്ററിങ്ങിന് മുട്ടിന് ഉപയോഗിച്ചായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ഇത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിന്നൊരു പ്രധാന പോയിന്റ്, നമുക്കിന്ന് ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീടിൻ്റെ പരിസരത്തൊക്കെ കർഷകർ ചെറിയ തൊഴിലൊക്കെ ഓരോന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവൻ ഓക്സിജൻ ധാരാളം കിട്ടാൻ തുടങ്ങും. കാരണം മുളവർഗ്ഗങ്ങളെല്ലാം നല്ലതുപോലെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ഇന്ന് അടുത്ത ഭാവിയിൽ അതിൻ്റെ ഒരു ആവശ്യം കൂടുതലായി വരും. കാരണം നാട്ടിൻപുറങ്ങൾ മുഴുവൻ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വാഹനങ്ങളുടെ ആയിട്ടും പലതായിട്ടും. അപ്പോൾ നമുക്ക് അതിനൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളെ കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സസ്യങ്ങൾ ഈ ജാതി. പിന്നെ നമ്മുടെ പ്രധാനം പശ്ചിമഘട്ടത്തിൽ ഒരു വലിയൊരു എടുത്തു പറയണ സസ്യം തന്നെ മുളയാണ്. അപ്പം ആ മുള കൊണ്ട് വനത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് മണ്ണിലേക്കൊക്കെ ഉപകാരമുള്ള ഒന്ന്, കണ്ടമാനം ബണ്ട് പോലെ വെള്ളം കുത്തിയൊലിക്കണേ നിയന്ത്രിക്കുന്നു. പിന്നെ അതിൻ്റെ കൂമ്പുകളായിട്ട് കുറേ കാട്ടിലെ ജീവികൾക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഒരു പറഞ്ഞില്ലേ ഒരു പ്രധാന സസ്യത്തിൽപ്പെട്ടതും കൂടിയാണ്. ഇതൊക്കെ നമുക്ക് നിലനിർത്തേണ്ട ആവശ്യമാണ്. ഞാനിത് വെറുതെ ഇങ്ങനെ അതിനെ പറ്റിയിട്ടൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടി ഇതിനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.